ഇവർ കഥ പറയാൻ കഥയ്ക്ക് മുമ്പ് പറയുന്നത് എന്താണെന്ന് ഇതിന് ഇത്ര OTT കിട്ടും, ഇതിന് ഇത്ര തിയേറ്ററിക്കൽ കിട്ടും, അല്ല ഇതിന് ഇത്ര റൈറ്റ്സ് എല്ലാം റെഡിയാണ്. ഇവർക്ക് OTT എന്നുള്ള വാക്ക് ചോദിച്ചാൽ മുഴുവനും പറയാൻ അറിയത്തില്ല. എന്താണ് OTT എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ മലയാള സിനിമ അതിൻ്റെ ഒരു എന്താ പറയുക സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്നും മുടക്കിയ ചിത്രങ്ങൾക്ക് പോലും അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയും. പിന്നെ താങ്കൾ വന്നിട്ട് അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കുറച്ച് പണം മുടക്കിയിട്ട് പരമാവധി പണം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിന് മലയാളം ഇൻഡസ്ട്രി പാകപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ കുറേ സിനിമകളിലൂടെ കണ്ടതുമാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ആയിരിക്കുമല്ലേ ഇനി എല്ലാവരും നോക്കുന്നത്? ഇത്രയും സിനിമ എടുത്ത് എൻ്റെ അടുത്ത് കഥ പറയാൻ ചിലർ വരും. കഥ പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ട് വിളിച്ചു പറയും മന്ത്രിമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അച്ഛന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയും. ഇവർ കഥ പറയാൻ കഥയ്ക്ക് മുമ്പ് പറയുന്നത് എന്താണെന്ന് ഇതിന് ഇത്ര OTT കിട്ടും, ഇതിന് ഇത്ര തിയേറ്ററിക്കൽ കിട്ടും, അല്ല ഇതിന് ഇത്ര റൈറ്റ്സ് എല്ലാം റെഡിയാണ്. ഇവർക്ക് OTT എന്നുള്ള വാക്ക് ചോദിച്ചാൽ മുഴുവനും പറയാൻ അറിയത്തില്ല. എന്താണ് OTT എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. അന്നേരം ഇത് അങ്ങനെ കളിപ്പിക്കപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, സിനിമ പ്രോപ്പർ സ്ക്രിപ്റ്റുമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് സിനിമ ഷൂട്ട് ചെയ്താൽ രണ്ടുമുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സിനിമ സെറ്റിലെ ഡിസിപ്ലിന്, നമ്മൾ കൊടുക്കുന്ന ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം, ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കണം, ഇങ്ങനെയെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ നല്ല സ്ക്രിപ്റ്റോടുള്ള സിനിമയാണെങ്കിൽ എല്ലാവരും നല്ലതായിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ ആരെങ്കിലും മോശമായിട്ട് തിരിച്ച് ഇടപെടുമോ? എന്നോട് ആൾക്കാർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു സൗബിൻ സിൽവയിൽ, അല്ലെങ്കിൽ എങ്ങനെ ഷെയ്ൻ എങ്ങനെയുണ്ട്, ലാലേട്ടനോട് പടം ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഓരോ എക്സാമ്പിൾസ് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വരെ സിനിമ എടുത്ത ആരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഒരു ജെല്ലിൽ അങ്ങ് പോകണം. അവർക്ക് സിനിമയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്താൽ ആരിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.